ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന പരിപാടി ഒട്ടും കൊള്ളത്തില്ല, ഭയങ്കര ബോറ്. അത് മാത്രമല്ല ജഡ്ജസ് 6 ബോറ്. തമ്മിൽ ഭേദം അഖിലാണ്. ബാക്കി 2 പേരുടെ കാര്യം, പ്രത്യേകിച്ച് രഞ്ജിനി. എൻ്റെ പൊന്നെ, എന്തൊരു ഓവറാണ് രഞ്ജിനിക്ക്. ഇഷ്ടം പോലെ കമൻറ്റ്സ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇന്ന് രഞ്ജിനിയുടെ പ്രൊമോ വന്നപ്പോഴും ഇതേപോലെ കമൻറ്റുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഓവർ ഷോ ഒന്ന് നിർത്താനാണ് രഞ്ജിനിയോട് പറയുന്നത്. രഞ്ജിനി ഓവറാണോ? ഓവർ കുറയ്ക്കണോ? പിന്നെ ഈ 40 പേർ ഇവരാരും കോമണേഴ്സേ അല്ല, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണെന്നാണ് കമൻസിൽ പറയുന്നത്. അതെ, നിങ്ങൾ ആദ്യം കോമണേഴ്സിനെ സെലക്ട് ചെയ്യും. ഇവരൊന്നും കോമണർ അല്ല. പിന്നെ ഇവരെ കണ്ടാൽ പറയൂ ഇവർ കോമണർ ആണെന്ന്. എല്ലാവരും നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നു. അല്ല, കോമണർ ആവണമെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ വല്ലതും വേണോ? എല്ലാവർക്കും ഇൻസ്റ്റയിൽ അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ കോമണർ ആവും? അല്ല, എന്താണ് ഈ കോമണർ? എന്താണ് ഈ കോമണർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തം പ്രശ്നങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അഗ്നിപരീക്ഷയെ കുറിച്ചിട്ട് അതിനകത്തുള്ള ടാസ്കുകളൊക്കെ ഫുൾ സ്റ്റാർ മാജിക് ലെവൽ ടാസ്കുകൾ എന്നാണ് എല്ലാവരും കമൻറ്റ് സെക്ഷനും കമൻസിലെ ആൾക്കാരുടെ പ്രതികരണങ്ങളും എല്ലാമാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് അഗ്നിപരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു, തീകോളം വരും, തീ പാറി തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടാസ്ക്. ഇതെന്തോന്നിത്? അഗ്നിപരീക്ഷ ലെവൽ ടാസ്ക് ആണോ ഇത്? ഇതൊരുമാതിരി സ്റ്റാർ മാജിക് ലെവൽ ടാസ്കുകളാണ് വന്നിരിക്കുന്നത്. അതൊക്കെ പോട്ട്. ജഡ്ജസ് അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയം എന്നൊക്കെയാണ് കമൻസ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് കിട്ടിയിരിക്കുന്നത് രഞ്ജിനിക്കെതിരായിട്ടാണ്. കാര്യം രഞ്ജിനി ഇപ്പോൾ 2 എപ്പിസോഡായിട്ട് ഭയങ്കരമായ രീതിയിൽ കണ്ടസ്റ്റൻസിനോട് ഓവർ ഷൗട്ട് ചെയ്യുകയും, നമുക്ക് അത്രയും ചൂടാവേണ്ട ആവശ്യമില്ല, പക്ഷേ അതിന് ഇത്രയും ചൂടാവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് രഞ്ജിനി നമ്മുടെ കണ്ടസ്റ്റൻസിനോട് പെരുമാറുന്നത്. അപ്പോൾ രഞ്ജിനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും നിൽക്കുന്ന ജഡ്ജ് ആയിരിക്കില്ല എന്നുള്ളത് പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് പോസിറ്റീവായിട്ടും ആൾക്കാർ പറയുന്നുണ്ട്, നെഗറ്റീവാണ് പക്ഷെ കൂടുതൽ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു രഞ്ജിനിയുടെ പ്രൊമോ വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉള്ള കൂടുതലും രഞ്ജിനി ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്, ഇതിലും വലിയ സ്ട്രെസ് ആവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ, ഫെൽറ്റ് ലൈക്ക് ഷീ ഈസ് ചെക്കിംഗ്, പ്രൊവോക്കിംഗ് എല്ലാം. ഇത് യൂഷ്വൽ ജഡ്ജസ് അല്ല, റെനീഷയെ റീപ്ലേസ് ചെയ്യാമോ? രഞ്ജിനിക്ക് ഫേവർ ചെയ്തിട്ടുള്ള കമൻറ്റാണ്. അപ്പം സ്ട്രിക്റ്റ് ആവാം, ബട്ട് യു ആർ മേക്കിംഗ് ദ റോങ് ഡിസിഷൻ. യു ആർ മേക്കിംഗ് ദം ഔട്ട് വിച്ച് ആർ ആപ്റ്റ് ഫോർ ബിഗ് ബോസ് ആൻഡ് ഫേവറിങ് സംബഡി വിച്ച് ആർ വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫേവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് അഹങ്കാരം കുറയ്ക്കാം, ഓവറാണ് നീ, ഞാനെന്ന ഭാവം നീ മാത്രമേ ജഡ്ജസിൽ ഓവറായി കുളമാക്കുന്നു. രഞ്ജിനി, ഇത് ആങ്കറിങ് അല്ല, ബിഗ് ബോസ് ആണ്, ഉള്ളത് പറയാലോ, ജഡ്ജസ് ഒട്ടും കൊള്ളത്തില്ല. രഞ്ജിനി ഓവർ ആക്ടിങ്. പിന്നെ റിയാസ്, എൻ്റെ ദൈവമേ, തമ്മിൽ ഭേദം അഖിലാണ്. 40 പേരിൽ സാധാരണക്കാരെവിടെ? എവിടെ സാധാരണക്കാർ? അതിനെക്കുറിച്ച് ഞാൻ വരുന്നുണ്ട്. ഈ വന്നവരിൽ ആരൊക്കെ സാധാരണക്കാരെന്ന് വിളിക്കാൻ പറ്റും? ആരൊക്കെ? അപ്പം കുറയ്ക്കാം. ബിഗ് ബോസിനേക്കാൾ വലിയ ആളാകുന്നത് പോലെയുണ്ട്. വായ്ത്താളം കുറച്ച് കൂടുതലാണെങ്കിലും ന്യായം പൂജയുടെ ഭാഗത്ത്. നമ്മൾ പൂജേനെയാണ് പറയണത് കേട്ടോ. രഞ്ജിനി ചേച്ചി, പറ്റുമെങ്കിൽ ആ റെനീഷയെ ഒന്ന് പുറത്താക്കൂ. ഓക്കെ, ഇനി അടുത്തത് ഇതൊക്കെയാണ്. രഞ്ജിനി കൊള്ളാം, അഹങ്കാരമുള്ളവർക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രഞ്ജിനിയെ ഫേവർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു 10 കമൻറ്റ് രഞ്ജിനിക്ക് മോശമാണെങ്കിൽ ഒരു 2 കമൻറ്റ് രഞ്ജിനിയെ ഫേവർ ചെയ്തും വരുന്നുണ്ട്. രഞ്ജിനി നന്നായിട്ട് കളിക്കുന്നുണ്ട്, രഞ്ജിനി ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ശരിക്കിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ. സോ കൂടുതലും നെഗറ്റീവ് കമൻറ്റ്സ് രഞ്ജിനിയെ കുറിച്ച് വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രഞ്ജിനിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ അവർ ഒരു 4-5 മണിക്കൂറുള്ള ഷൂട്ടായിരിക്കും 1 മണിക്കൂറിൽ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര തലവേദന തരുന്നുണ്ടാവും ജഡ്ജസിന്. ഇവർ ചിലപ്പോൾ ഡിസിഷൻ എടുക്കുന്നുണ്ടാവില്ല. അതൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അതൊക്കെ കട്ട് ചെയ്ത് ക്രിസ്പായിട്ടായിരിക്കും നമ്മളെ കാണിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും അവിടെ ഒന്നും നടന്നില്ലല്ലോ, രഞ്ജിനി എന്തിന് ഇത്രയും കടന്ന് ചൂടാവുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് 3 ജഡ്ജസും രഞ്ജിനി ഈ ഗെയിം സത്യം പറഞ്ഞാൽ ജഡ്ജസിൽ ഓവർ പവർ ചെയ്ത് നിൽക്കുന്നതും മറ്റ് ജഡ്ജസിനെ സംസാരിപ്പിക്കാതെ ലീഡ് ചെയ്ത് നിൽക്കുന്നതും രഞ്ജിനിയാണ്. അഖിലിൻ്റെ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്, റിയാസിൻ്റെ സ്റ്റാൻഡും എടുക്കുന്നുണ്ട്. അവരങ്ങനെ ഓവറും ആവുന്നില്ല, അങ്ങനെ ഷാഡോ ആവിടുന്നത്. പക്ഷെ രഞ്ജിനി കുറച്ച് മുന്നിൽ നിൽക്കുകയാണ്, വഴക്ക് പറയാൻ, അവരെ എന്തുന്നാണ് എല്ലാം പിടിച്ച് മാറ്റം കൂട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ മറ്റ് 2 ജഡ്ജസ് ഇതായിട്ട് നിൽക്കുന്നു, രഞ്ജിനി മാത്രം ഇങ്ങനെ കിടന്നാകുമ്പോഴത്തേക്കും മറ്റ് ആൾക്കാർക്ക് ഇത് കുറച്ച് ഒരു ഓക്വേർഡായിട്ടും ഓവറായിട്ടും സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. എനിക്കും തോന്നിയായിരുന്നു ഇതെന്തിന് ഇത്രയും കിടന്ന് ചലയ്ക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും എന്തിനാണ് ഇതിനകത്ത് കിടന്ന് ദേഷ്യപ്പെടുന്നത്? അവർ ഓൾറെഡി ഓക്കെ, നമ്മുടെ ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് എന്താന്ന് പോലും അറിയാത്ത കുറേ എണ്ണം വരും സെലിബ്രിറ്റീസ് ആയിട്ട്. അതെ, ഈ സീസണിലും ഉണ്ടാവും, കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ബിഗ് ബോസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല, ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല.
അവരോട് വരെ ബിഗ് ബോസ് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അത് വെച്ച് നോക്കുമ്പം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടു വരുന്ന ആൾക്കാരാണ് നമ്മുടെ അഗ്നിപരീക്ഷയിലുള്ളത്. സോ അവരോട് കുറച്ചും കൂടെ ഒരു മയത്തിൽ പെരുമാറാം എന്ന് ഞാൻ പറയുന്നു. കുറച്ചും കൂടെ ഇത്രയും കിടന്ന് ഇതായി അവരും പ്രായപൂർത്തിയായ വലിയ രഞ്ജിനിയുടെ ഏജ് ഉള്ളവരുണ്ട്, രഞ്ജിനിയെ കാട്ടിയും കുറവുള്ളവരുണ്ട്, കൂടുതലുള്ളവരുണ്ട്, രഞ്ജിനിയെ കാട്ടി നല്ല അനുഭവം ഉള്ളവരുണ്ട്. എന്തായിരുന്നാലും അവർ മത്സരിക്കാൻ വന്നവരാണ്. അവർ ഇത് എന്ത് അവർ പിന്നെ നമ്മൾ ജഡ്ജ് ആയതുകൊണ്ട് എല്ലാം സഹിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അവരുടെ മുഖത്തും ആ വിഷമങ്ങൾ കാണുന്നുണ്ട്. സോ കുറച്ച് കുറയ്ക്കാമെന്ന് എനിക്ക് ഫീൽ. കുറച്ച് ഇത്രയും ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മുടെ ബിഗ് ബോസ് ചെയ്യുന്ന പോലെ തന്നെ. ആൾക്കാർ ചോദിക്കുന്നത് ഇതെന്താ ബിഗ് ബോസ് ആണോ? ബിഗ് ബോസ് പോലും ഇത്രയും ഷൗട്ട് ചെയ്യില്ലല്ലോ, ഇത്രയും കിടന്ന് ഇതാവേണ്ട. കുറച്ചൊന്ന് ഇതാക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യുമ്പോഴേ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് വേറെ ഒന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ലാലേട്ടനാണ് അതിൻ്റെ എസൻസ്. ലാലേട്ടനെ കാണാനാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് തന്നെ. സോ ഇപ്പോൾ ലാലേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫാക്ടർ വേണം. അത് ജഡ്ജസ് തന്നെയാണ്. കണ്ടസ്റ്റൻസും കുഴപ്പമില്ല. പക്ഷേ ആദ്യം ഈ ഷോനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജഡ്ജസ് ആണ്. സോ ജഡ്ജസ് കുറച്ച് സ്മാർട്ടായിട്ട് ഇരിക്കണം. പക്ഷേ എന്നാൽ ഞാൻ പറയണത് കുറച്ച് സ്മാർട്ടാവണം. പറയേണ്ടടുത്ത് പറയണം, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം, കാര്യങ്ങൾ കൃത്യമായി പറയാം. അടിച്ച് കുറച്ച് പേരെയൊക്കെ ഓവർ കാണിക്കുന്നിടത്ത് അത് ഇതായിട്ട് തന്നെ അവരെ താഴ്ത്തി തന്നെ ഇരുത്തണം. കാര്യം ഓവർ ആവണ്ട, നമ്മുടെ ഇതിൽ നിന്നാൽ മതി, അങ്ങനെ വേണം. പക്ഷേ എന്നാൽ അനാവശ്യത്തിന് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യം ആരോടും ഇല്ല. അപ്പോൾ ഇതാണ് ജഡ്ജസിനെ മാറ്റുന്നത് മതി. ഇനിയാണ് കോമണേഴ്സ്. എൻ്റെ ദൈവമേ, എല്ലാ സീസണിലും ഉള്ളതാണ്. ഇവർ കോമണറാണോ? അയ്യോ കോമണറാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഈ കണ്ടിട്ട് തോന്നാൻ കോമണറിന് എന്തെങ്കിലും പ്രത്യേക ക്രൈറ്റീരിയ വല്ലതും ഞാൻ എനിക്ക് അറിഞ്ഞുകൊടുത്തോണ്ട് ചോദിക്കുന്നതാണ്. ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ? ഈ കോമണേഴ്സ് അല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ കോമണേഴ്സിന് നമുക്ക് പ്രത്യേക കളറുണ്ടോ? അല്ല, ഞാൻ കമൻറ്റ് സെക്ഷനിൽ കണ്ടതാണ്. അയ്യോ ഇതൊക്കെ വെളുത്തിരിക്കുന്ന ആൾക്കാരല്ലേ, അയ്യോ കറുത്ത ഒരാൾ പോലും ഇല്ല. എന്താണ് ഇത്? ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു കമൻ്റാണ് ഈ പറയുന്നത്. ഇതൊക്കെ പണക്കാരികളാണല്ലോ, പണമില്ല. ഹലോ എക്സ്ക്യൂസ് മീ, ഇതിനകത്തുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പണവും ഇതും വെച്ചിട്ട് ഇപ്പോൾ ഒരു നല്ല ഒരു മിഡിൽ ക്ലാസ് ആള്, അല്ലെങ്കിൽ കുറച്ച് കൂടെ അപ്പർ മിഡിൽ ക്ലാസ് ആള്, കോമണർ, സെലിബ്രിറ്റി, ഇതാണ് രണ്ട് വിഭാഗം. സെലിബ്രിറ്റി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വ്യക്തികളാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയമാവാം, സിനിമയാവാം, സീരിയലാവാം, സോഷ്യൽ മീഡിയ ആവാം, ഏത് മേഖലയിലാണെങ്കിലും. ഒരു ടീച്ചറായാൽ പോലും നമ്മൾ വൈറലായി കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞാൽ അവരൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു, അവരെല്ലാവരും അറിയപ്പെടുന്നവരായി കഴിഞ്ഞു. അത് ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് സെലിബ്രിറ്റി ആവാം. കാര്യം അറിയപ്പെട്ട് കഴിഞ്ഞു, ആൾക്കാരിൽ അറിയപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അത് അല്ലാത്ത ആൾക്കാരാണ് കോമണേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേക ജോലിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അവർ ഈ ജോലിയേ ചെയ്യാൻ പാടുള്ളൂ. കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ശമ്പളമുള്ള ഒരാളായിരിക്കണം. അത് എവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കാൻ പാടില്ല. നമ്മൾ എല്ലാ നിറമുള്ള മനുഷ്യരാണ്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വെളുപ്പുണ്ട്, ഓവർ വെളുപ്പുള്ള ആൾക്കാരുണ്ട്, ഇരുണ്ട നിറമുള്ളവരുണ്ട്, ബ്രൗൺ സ്കിന്നായിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ല എണ്ണക്കറുപ്പുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ എല്ലാ നിറങ്ങളും കൂടി ചേർന്ന ആൾക്കാരാണ് നമ്മൾ. അതിനകത്ത് ഈ നിറമുള്ള ആൾക്കാരാണ് കോമണർ, മറ്റവർ പണക്കാർ. ഇതിപ്പോൾ പണം ഉള്ളവർ കോമണർ അല്ല, പണം ഇല്ലാത്തവർ. ഇതൊക്കെ എന്ത് ക്രൈറ്റീരിയയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ഇന്ന ജോലി ഉള്ളവർ മാത്രമാണ് കോമണർ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയില്ല. അതും എന്തോന്നാണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആയതുകൊണ്ടാണ് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരൂല. ഞാൻ ചെറിയ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ബിഗ് ബോസ് വരുന്നതിന് മുന്നേ എനിക്ക് രേബൂസ് ഹോം എന്ന് പറഞ്ഞ ചെറിയൊരു ചാനലുണ്ട്. ആ ചാനലാണ് ഉണ്ടായിരുന്നത്. എന്നെ ആർക്കും അറിയത്തുപോലുമില്ല. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നത്. അല്ലെങ്കിൽ ഞാനൊരു കോമണറാണ്. മനസ്സിലായില്ലേ? ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. ഇവർക്കൊക്കെ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലോകത്ത് ഇപ്പോൾ ഇൻസ്റ്റാ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊന്നും കാണാത്തവരും ഇല്ലാത്തവരുമായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് അനുയോജ്യമായ ആൾക്കാരെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഈ ഷോ എന്താണെന്ന് അത് സെലിബ്രിറ്റീസിൽ കുറേ എണ്ണം വരും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടിയിട്ടും ആ ഷോ ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് കോമണേഴ്സ് ആയിട്ട് കൊണ്ടുവരേണ്ടത്, അല്ലേ? അല്ലാണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? മരപ്പണിക്കാരനുണ്ട്, ബസ് ഡ്രൈവറുണ്ട്, ജർമ്മനിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, ഹൗസ് വൈഫ് ഉണ്ട്, കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആംബുലൻസ് ഡ്രൈവറുണ്ട്, ജിം ട്രെയിനറുണ്ട്, RJ ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് കോമണേഴ്സ്. അത് അപേക്ഷിച്ച ആൾക്കാരല്ലേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആരെ എടുക്കണം എന്നുള്ളത് അവരുടെ ഗെയിമാണ്.
ബിഗ് ബോസിൻ്റെ ഗെയിമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് ഫെയർ അൺഫെയർ ഒക്കെ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റുള്ളൂ. ആരെ എടുക്കണം എന്നുള്ളത് അത് അവരുടെ തീരുമാനിക്കും. അത് അവരുടെ ഷോയാണ്. ആ ഷോയാണ് നമ്മൾ കാണുന്നത്. അത് അവരുടെ ഗെയിം ഉണ്ടാവും അതിനകത്ത്. അത് പിന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് പാടില്ല. ഇൻസ്റ്റാ അക്കൗണ്ട് ഉള്ളവർ കോമണർ അല്ല. അതെന്ത്? അപ്പം നിങ്ങൾക്കൊന്നും ഇല്ലേ? ഈ താഴെ കമൻറ്റ് ചെയ്യണവർക്ക് നിങ്ങൾക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും സെലിബ്രിറ്റീസ്. ഇന്ന് തൊട്ട് ഈ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. കാര്യം നിങ്ങൾക്ക് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സെലിബ്രിറ്റീസ്. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഈ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇപ്പോൾ ഈ കൊച്ചു കുഞ്ഞും എൻ്റെ മോക്ക് വരെ ഉണ്ട് ഇൻസ്റ്റ. എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഈ പ്രായം അനുസരിച്ച് പ്രായപരിധിയുണ്ട്. ചില പ്രായം കുറഞ്ഞ 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇപ്പം കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. കൂടിയ ആൾക്കാർക്ക് അതുപോലെ തന്നെ. അപ്പം ഇൻസ്റ്റയിൽ എല്ലാവർക്കും ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞാൻ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിൽ ഞാൻ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനിപ്പം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നില്ല. ഞാൻ ഈ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ഹെയർ ഓയിൽ കച്ചവടം ചെയ്യുകയാണ്. ഹെയർ ഓയിൽ ഞാൻ കച്ചവടം ചെയ്യണം. അങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സെലിബ്രിറ്റി ആവൂ? എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് അതുപോലെ സാരി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, കമ്മൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ബിസിനസ്സുകൾ, കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്യുന്ന അവരൊക്കെ സെലിബ്രിറ്റീസ് ആണോ? അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതവരുടെ ജോലിയാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവർ സെലിബ്രിറ്റീസ് ആവും. ഇനി അവർ വൈറലായി കഴിഞ്ഞാൽ അവർക്ക് ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു, അവർ വൈറലായി. ഇൻസ്റ്റയിൽ അവർ വൈറലാണ്, വൈറൽ കണ്ടന്റ് മേക്കറാണ്. ഈവൻ 50K ഉണ്ടെങ്കിൽ കൂടി എല്ലാവർക്കും അറിയാം. അവർക്ക് ഇൻ്റർവ്യൂസിന് അവർ വിളിച്ചു, വാർത്തയിൽ വന്നു, പത്രത്തിൽ വന്നു. അങ്ങനെ ആകുമ്പോൾ അവർ സെലിബ്രിറ്റീസ് ആവും, അവർ നോൺ ഫേസ് ആവും. പക്ഷേ ഇൻസ്റ്റയിൽ ഒരുപാട് കണക്കിന് ആൾക്കാരുണ്ട്. കുഞ്ഞു കുഞ്ഞു കണ്ടന്റ് ചെയ്യുന്നവർ, കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചവർ. ചിലപ്പോൾ അവർക്ക് ഈവൻ നോക്കിക്കേ, സീസൺ 4 വരുന്ന റോബിൻ, എനിക്ക് റോബിൻ കോമണറായിരുന്നു സീസൺ 4. എനിക്ക് അറിഞ്ഞൂടാ റോബിനെ, സത്യമായിട്ടും. എനിക്ക് റിയാസിനെ അറിയില്ല. എനിക്ക് റിയാസ് സെലിബ്രിറ്റി ആയിരുന്നില്ല, കോമണറായിരുന്നു. നിമിഷ, റോക്കി, രതീഷ്, ഗബ്രി, എനിക്കറിയത്തില്ല കേട്ടാ. അതേപോലെ ജിൻഡോ, എനിക്ക് ജിൻഡോനെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ജിൻഡോയുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ജിൻഡോ വന്നു. ഇത് ആരാണോ ആവോ എന്നുള്ള രീതിയിലാണ്. റോബിനും ഇതുപോലെ തന്നെ. അതേപോലെ ഒരുപാട് പേര്, വിഷ്ണു ജോഷി, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് ബിഗ് ബോസിനകത്ത് വരുന്ന ആൾക്കാർ പോലും കോമണറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അവർക്കൊക്കെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്കാർക്കും അറിയില്ല. നമുക്കറിയുന്ന സെലിബ്രിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, കുറച്ച് രാഷ്ട്രീയക്കാർ, കുറച്ച് വൈറൽ താരങ്ങൾ, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, നമ്മൾ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ്. സോ അപ്പോൾ അതുകൊണ്ട് ഈ ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. കാര്യം നമ്മളെപ്പോഴും സോഷ്യലി ആക്റ്റീവ് ആയിരിക്കണം. കാര്യം ബിഗ് ബോസ് ഷോയിൽ അങ്ങനെയുള്ളവരെയാണ് എടുക്കുന്നത്. ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഷോയിലേക്ക് എടുക്കുന്നത്. അല്ലാണ്ട് ഈ ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല, ഇൻസ്റ്റയിൽ എന്താണെന്ന് അറിയില്ല, എന്താണ് ഈ ഷോയുടെ പ്രത്യേകത എന്നും അറിയാതെ നമ്മൾ വഴിയിൽ ഒരാളിരിക്കുകയാണ്, ചേച്ചി ഇരുന്ന് കച്ചവടം ചെയ്യാണ്, ഇപ്പുറത്ത് വേറൊരു ചേച്ചി ഇരുന്ന് കച്ചവടം ചെയ്യാണ്. രണ്ടുപേരും കച്ചവടക്കാരാണ്, രണ്ടുപേരും മീൻ കച്ചവടം ചെയ്യണം, രണ്ട് ചേച്ചിമാരാ. അപ്പോൾ ഒരാൾ നല്ല ആക്റ്റീവാണ് ഇൻസ്റ്റയിൽ, പുള്ളിക്കാരിക്ക് എൻ്റർടൈനിങ് സ്കില്ലുണ്ട്, ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്, പുള്ളിക്കാരി ആക്റ്റീവാണ് ഇൻസ്റ്റയിൽ. വേറൊരു ചേച്ചി, രണ്ടുപേരും ഒരേപോലെ സമ്പാദിക്കുന്നു, രണ്ടുപേർക്കും ഒരേ നിറം, ഒരു നിറത്തിൽ പറയണ്ട, ഒരേ ചന്തം. ഇപ്പുറത്തെ ചേച്ചിയാണെങ്കിൽ അതൊന്നും താല്പര്യമില്ല, ഇൻസ്റ്റ അക്കൗണ്ടില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. ആ ചേച്ചി ഒരേ നിലവാരം, ഒരേ ഇതാണ്, അവർ ഒരേ പണമുള്ള ആൾക്കാർ, ഒരേ നമ്മുടെ സാമ്പത്തികം ഉള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ മറ്റേ ചേച്ചിക്ക് ഒരു താല്പര്യമില്ല, എനിക്ക് എന്തെന്ന് പോലും ഇതൊന്നും അറിയൂടാ. അപ്പോൾ ഈ ചേച്ചിയെ വലിച്ചടിച്ചോണ്ട് വരുമോ അതോ ഇപ്പുറത്തെ ചേച്ചീനെ വലിച്ചടിച്ചോണ്ട് വരുമോ? ഇപ്പുറത്തെ ചേച്ചീനെയല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ. കാര്യം അവരെയാണ് ഷോയ്ക്ക് വേണ്ടത്, അവരാണ് എന്റർടൈൻ ചെയ്യുന്നത്, അവരാണ് ജനങ്ങളെ പിടിച്ചിരുത്തുന്നത്, അവർക്കാണ് ഷോയെ, അവർക്ക് ആവശ്യമുണ്ട്, അവർക്കും ഇഷ്ടമാണ് ഷോയ്ക്കും അവരെ ഇഷ്ടമാണ്, അതല്ലേ? അപ്പോൾ ഈ കോമണർ ഇപ്പോൾ അടുത്ത കൊല്ലവും വരും, ഇവരൊക്കെ കോമണറാണോ? ഇനി സത്യം പറഞ്ഞാൽ ഈ 40 പേരെ എനിക്കറിയില്ല. ഈ 40 കണ്ടസ്റ്റൻസ്, ഈ വന്ന കണ്ടസ്റ്റൻസിനും ഞാൻ അവരുടെ പേരൊക്കെ തപ്പിപ്പിടിച്ചൊക്കെയാണ് എടുക്കുന്നത്. ഇതൊക്കെ ആരെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. എനിക്കിതിനകത്തുള്ള 40 പേരെയും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഒരു കോമണേഴ്സ് തന്നെയാണ്. സോ എപ്പോഴും ഈ അടുത്ത സീസൺ ആകുമ്പോഴും ഇതുപോലെ വരും, അഗ്നിപരീക്ഷ, ഇതിനകത്ത് കോമണർ ഉണ്ടോ, ഒന്ന് കാണിച്ചു തരൂ കോമണറിനെ. എനിക്ക് കുറേ പേര് പറഞ്ഞു ഇതെന്തോ കോമണേഴ്സിനെ എടുക്കുന്നത് പറഞ്ഞിട്ട്, എവിടെ കോമണേഴ്സ്? അപ്പോൾ ഇതൊന്നും കോമണർ അല്ലേ ഞാൻ ചോദിക്കുന്നത്? ഒരു IPS കാരനാണെങ്കിലും പുള്ളിക്കാരൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്കാരനൊരു കോമണറാണ്. പുള്ളിക്കാരൻ അറിയപ്പെടാത്തൊരു വ്യക്തി അല്ലെങ്കിൽ പുള്ളിക്കാരൻ സെലിബ്രിറ്റി അല്ല, കോമണറാണ്. അത്രയേ ഉള്ളൂ. ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറിയപ്പെടുന്നവർ. ആ ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്ന ആൾ, അയാൾ എന്ത് ജോലിയോ ചെയ്തോട്ടെ, അറിയപ്പെടുന്ന ആളാണ്. അതാണ് സെലിബ്രിറ്റീസ്. അതിപ്പോൾ ഏത് രീതിയിലും ആവാം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാം, സിനിമ, സീരിയൽ, രാഷ്ട്രീയം, എല്ലാത്തിലും നമ്മൾ അറിയപ്പെടുന്നത്. അതാണ് സെലിബ്രിറ്റി. നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഇൻസ്റ്റയിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ അവർ കോമണറാവും? ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്?
എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ രണ്ട് കണ്ടപ്പോഴും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ അഗ്നിപരീക്ഷയുടെ പോക്കെന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു 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 പ്രതീക്ഷിച്ച പോലെ വരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഇതിപ്പം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഷൂട്ട് തുടങ്ങി, അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഈവൻ നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെ ഇൻസ്റ്റയിൽ വന്ന് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ അവർ ഈ ഉള്ള സമയം കൊണ്ട് അവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർ നോക്കുകയാണ്. കാര്യം അവർക്ക് കിട്ടിയത് ഈ അഗ്നിപരീക്ഷ 21 ദിവസമാണ്. ചിലപ്പോൾ അവർ ഔട്ടായി പോയി കഴിഞ്ഞാൽ അവരുടെ ആ റീച്ചും തീർന്നു. മനസ്സിലായില്ല? അവർ എത്രത്തോളം നമ്മളെ ടി വിയിൽ കാണിക്കുന്നോ അപ്പോൾ വരെ നമുക്ക് റീച്ചുള്ളൂ. പിന്നെ നമ്മുടെ കഴിവാണ് നമ്മുടെ റീച്ച്. നമ്മൾ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, നമുക്ക് കലയുണ്ടാവണം, നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീച്ച് കിട്ടും. അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ടി വിയിൽ നിന്ന് പോകുന്നോ, എപ്പം നമ്മൾ ഹോട്ട്സ്റ്റാറിൽ നിന്ന് കട്ട് ആവുന്നോ അപ്പം തീർന്നു നമ്മുടെ റീച്ച്. അപ്പോൾ ആ സമയം കൊണ്ട് അവരൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ റീച്ച് ആക്കാനും ഫെയിം ഉണ്ടാവാനാണ് അവർ വരുന്നത്. സോ അവർ മാക്സിമം അവർ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇൻസ്റ്റ തുറന്നു നോക്കിയാൽ ഇവരുടെ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 4 പേര് ഔട്ടാവും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ബാക്കി റിവ്യൂ ഒക്കെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.